ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, അറിവോ അത് നശിച്ചു പോകും. സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല, പ്രവചനപരം ഇല്ലാതാകും, ഭാഷാപരം നിന്നു പോകും, ജ്ഞാനം നീങ്ങിപ്പോകും എന്ന് നമ്മൾ കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ചില മനുഷ്യരെ സംബന്ധിച്ച് അവർ ഈ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു വെങ്കല പാത്രമാണ്. വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. ചിലർ ഈ കൊട്ടുന്ന ഡ്രമ്മാണ് എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ സാക്ഷ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. അതുണ്ടോ എന്നറിയണമെങ്കിൽ പേഴ്സണലായിട്ട് അവരെക്കുറിച്ച് നമ്മൾ പോയി അന്വേഷിക്കണം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് ചോദിക്കണം. പക്ഷേ നാട്ടുകാർക്ക് കൃത്യമായിട്ട് ഇത് അറിയാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നാട്ടുകാർക്ക് ഇത് കൃത്യമായിട്ടറിയാം. ഒരിക്കലൊരു ശുശ്രൂഷകൻ ഒരു വാർക്കപ്പണിക്ക് പോയി. വാർക്കപ്പണിക്ക് പോയിട്ട് ഒരു 10, 12, 13 ജോലിക്കാർ ഉള്ള സ്ഥലത്ത് ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അത് പൊറോട്ടയും ഇറച്ചിക്കറിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ പൊറോട്ടയും ഇറച്ചിക്കറിയും കൊണ്ടുവന്നപ്പോൾ ഓരോ പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇറച്ചിക്കറി. അപ്പോൾ ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരുന്ന പുള്ളി ഓരോ കവറും എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി നോക്കി, ഇതിനകത്ത് ഏതിനകത്താണ് കൂടുതൽ കഷ്ണമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അവർക്ക് ആരോടാണ് സ്നേഹം? ആ കടയിൽ നിന്ന് പാഴ്സൽ ചെയ്ത് കൊണ്ടിരുന്ന ഓരോ പാക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ കഷ്ണം ഞെക്കി നോക്കുന്ന ഒരവസ്ഥയിലോട്ട് പോയെങ്കിൽ അവിടെ സ്വാഭാവികമായി അവരൊക്കെ വെറുതെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു വെങ്കല പാത്രം മാത്രമാണ്. ഇതൊന്നും സാക്ഷിയുള്ളതല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സഭകളിലൊക്കെ നോക്കാമെങ്കിൽ ഈ സഭയിലെ വിശ്വാസികളൊക്കെ ശുശ്രൂഷകരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെല്ലും. പക്ഷേ ഈ പാസ്റ്റർമാരുടെ ഭാര്യമാരൊന്നും അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാനൊന്നും ചെല്ലുകയില്ല. അതിനർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അഭിഷേകമില്ല എന്നുള്ള ഒരു ധാരണ ഈ ഭാര്യമാരുടെ മനസ്സിലുണ്ടെന്നുള്ളതാണ് സത്യം. വേറെ പാസ്റ്റർമാരുടെ അടുത്ത് പോയി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും. കാരണം അവർക്കറിയാം ഇയാളുടെ അടുത്ത് അഭിഷേകമില്ല, പക്ഷേ വേറെ പാസ്റ്റർമാരുടെ അടുത്ത് അഭിഷേകമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഭർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഭാര്യമാർ വേറെ മെസ്സേജുകൾ യൂട്യൂബിലൊക്കെ കയറി ഇഷ്ടം പോലെ അങ്ങ് കാണും. അപ്പോൾ പറയും അഭിഷേകം ഭയങ്കരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും. അതായത് സ്വാഭാവികമായിട്ടും മറ്റുള്ള ജനത്തിനോട് ഈ ശുശ്രൂഷകൻ്റെ ഭാര്യ പറഞ്ഞു തന്നെ ഭർത്താവിൻ്റെ മേലെ അഭിഷേകം ഇല്ല എന്ന് പറയാതെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ എന്നോടിങ്ങനെ ഒരു ദേവദാസൻ ശക്തമായിട്ട് പറഞ്ഞു, എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും ഒരു സഭയിൽ പോവുകയാണെങ്കിൽ ആ ചെല്ലുന്ന സഭയിലെ ശുശ്രൂഷകൻ്റെ ഭാര്യ ശുശ്രൂഷകൻ്റെ അടുത്ത് പ്രാർത്ഥിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, തലേ കൈവെപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, നിങ്ങൾ ആ സഭയിലെ ശുശ്രൂഷകനെ കൊണ്ട് നിങ്ങളുടെ തലേ കൈവെപ്പിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശുശ്രൂഷകൻ്റെ ഭാര്യ പോലും അയാളൊരു ശുശ്രൂഷകനായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെയുള്ളവരുടെ മുമ്പിൽ കൊണ്ട് നിങ്ങളുടെ തല വെച്ച് കൊടുക്കരുത്. അങ്ങനെയുള്ളവരെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിപ്പിക്കാൻ നിൽക്കരുത്. കാരണം ആ സ്ത്രീ ആ ഭർത്താവിനെ അംഗീകരിക്കാത്തടത്തോളം കാലം ആ സഭയിൽ നിൽക്കുന്നത് പോലും ഒരു ഗുണമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്ന് ആ ദൈവദാസൻ പറയുകയുണ്ടായി. ഇവരൊക്കെ ദൈവത്തിൻ്റെ ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവർ ദൈവത്തിൻ്റെ ആണ് എന്നൊന്നും പറയാൻ പറ്റിയല്ല. ഇവരുടെ ഉള്ളിലിരിപ്പ് ജനത്തിനെ പിഴിയാനാണോ, ജനത്തിനെ വളർത്താനാണോ, എന്തിനാണ് എന്ന് ഇവരുടെ ഉള്ളിലിരിപ്പ് നമുക്കറിയത്തില്ലെങ്കിൽ, അത് മാറിയില്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ പോവുകയും അത് നമുക്കൊരിക്കലും ഒരനുഗ്രഹമായി മാറുകയില്ല എന്നുള്ളതാണ് അതിനകത്തെ ഒരു പ്രധാന വിഷയം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടെന്നുള്ളതാണ്. മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടു. ഈ മാനസാന്തരപ്പെട്ടവർക്ക്
മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത ശുശ്രൂഷകരാണ് സത്യത്തിൽ മാനസാന്തരം കൊടുക്കേണ്ടത്. ഒരിക്കൽ കൂടെ പറയാം, മാനസാന്തരപ്പെട്ടവർക്ക് മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത് ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തികളാണ് സ്നാനം കൊടുക്കേണ്ടത്. എന്നാൽ ഇപ്പം മാനസാന്തരപ്പെട്ടവനെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടവരെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഈ എബ്രഹാം യഹോവയോട് ചോദിച്ചു, കർത്താവേ, മാനസാന്തരപ്പെട്ടവർ 50 പേരുണ്ടെങ്കിൽ നീ നഗരം നശിപ്പിക്കുമോ? കർത്താവ് പറഞ്ഞില്ല. 40, 30, 10 അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇതിനകത്ത് സ്വാഭാവികമായിട്ടൊരർത്ഥമുണ്ട്. മാനസാന്തരപ്പെട്ടവർ 1-2 പേരൊക്കെ കാണും, 1-2 പേരൊക്കെ കാണും. അബ്രഹാം ഉണ്ടെന്നുള്ളതാണ് അന്നത്തെ കാലത്തെ പ്രത്യേകത. ഇന്നും ചില വിശുദ്ധന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ, ഇത് കണ്ടമാനമായി കഴിഞ്ഞാൽ ഈ മാനസാന്തരപ്പെട്ടവരെ മാറ്റിയിട്ട് ബാക്കിയുള്ളവരെ ദൈവം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഇത് നടക്കാത്തതെന്നു വെച്ചാൽ യേശു ഉള്ളതുകൊണ്ടാണ്. യേശു ഇതിൻ്റെ ഇടയ്ക്ക് മധ്യസ്ഥനായി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് കൊല നടക്കാത്തത്. അപ്പം മാനസാന്തരപ്പെട്ട സ്നാനം ആണ് എടുക്കേണ്ടതെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്നാനങ്ങളുണ്ട്, പക്ഷേ മാനസാന്തരമില്ല. ഇടയ്ക്കിടയ്ക്ക് സ്നാനങ്ങളുണ്ട്, മാനസാന്തരമില്ല. ഇനി മാനസാന്തരപ്പെടണമെങ്കിൽ എന്ത് കേട്ടിട്ടാണ് മാനസാന്തരപ്പെടുന്നത്? മാനസാന്തരത്തിനുള്ളതായ പ്രസംഗങ്ങൾ വളരെ അപൂർവമായി മാറിയിരിക്കുന്നു. ഇപ്പം നമ്മൾ സംഘടനാ പെന്തക്കോസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു ശുശ്രൂഷകൻ ട്രാൻസ്ഫറായി വന്നു കഴിഞ്ഞാൽ വരുന്നതിന് മുമ്പ് തന്നെ ആ സഭ അതിൻ്റെ ബലം, അതിൻ്റെ സാമ്പത്തിക ശേഷി, വിശ്വാസികളുടെ സാമ്പത്തിക ശേഷി ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ ജനം പൊതുവെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെക്കുറിച്ചൊരു കൃത്യ പഠനവുമായിട്ട് അവർ ശുശ്രൂഷാൻ വരുന്നത്. അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എങ്ങനെ കാലാവധി പൂർത്തിയാക്കാം 3 വർഷം, അല്ലെങ്കിൽ എങ്ങനെ അത് 3 വർഷം എന്നുള്ളതിലധികം കാലം സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, അവർക്ക് മാനസാന്തരം വരുന്ന കാര്യം പറയേണ്ട ഒരു പ്രസംഗമൊന്നും ഇയാൾ പറയില്ല. അങ്ങനെ പറയാതെ വരുമ്പോൾ അവിടെ മാനസാന്തരവും ഇല്ല, നിലവിലുള്ളവർ ഈ കരിങ്കല്ല് പോലെ ഇരിക്കുകയും ചെയ്യും, പുതിയ വ്യക്തികളൊട്ട് മാനസാന്തരപ്പെടുകയില്ല. അങ്ങനെ പ്രസംഗിച്ചൊരു കുറച്ച് കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശുശ്രൂഷകർക്കറിയാം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരിക്കലും പുതുതായി ഒരു വീണ്ടും ജനനം നടക്കില്ല, മാനസാന്തരം നടക്കില്ല. ഈ മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെട്ടാൽ ക്രിസ്തുവിൻ്റെ സഭയോട് ചേരും. മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെട്ടാൽ ക്രിസ്തുവിൻ്റെ സഭയോട് ചേരും. അല്ലാത്തവൻ സ്നാനപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവൻ ഒന്നെങ്കിൽ സംഘടനയോട് ചേരും, അല്ലെങ്കിൽ അവൻ ആ ശുശ്രൂഷകനോട് ചേരും. സംഘടനയോടോ ശുശ്രൂഷകനോടോ ചേരുന്നവൻ ഒരു കാലത്തും ദൈവരാജ്യത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കില്ല. ഒരു കാലത്തും ദൈവരാജ്യത്തിന് അനുകൂലമായ ഫലം പുറപ്പെടുവിക്കില്ല. ദൈവരാജ്യത്തിന് ഫലമുള്ള ഒന്നും ചെയ്യല. അതായത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നവൻ ദൈവത്തിൻ്റെ സഭയോട് ചേരുമ്പോൾ, മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടുന്നവൻ അവൻ സംഘടനയോടും വ്യക്തികളോടും ചേരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പുതിയ തലമുറ പിള്ളേരൊക്കെ സ്നാനപ്പെടുന്നത് കുറേ കാലമാകുമ്പോൾ, ഒന്നാമത് ഒരു 15 വയസ്സ് 14 വയസ്സ് ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായി സ്നാനം എടുക്കണ്ടേ എന്നൊരു ചോദ്യം വരുന്നു. അപ്പോൾ എന്തിനാണ് സ്നാനം എടുക്കുന്നത് എന്ന് പിള്ളേർ ചോദിക്കുമ്പോൾ, ആ തിരുവത്താഴമൊക്കെ എടുക്കണ്ടേ, അല്ലെ കർത്തൃമേശ കൂടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സഭാംഗമാകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നാൽ പിന്നെ ഏറ്റവും അടുത്ത ഒരു സമയം നോക്കി അങ്ങ് മുങ്ങിയേക്കാം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പൊതുവേ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ന്യൂജൻ സഭകളിലൊക്കെ കൂടുതലും അങ്ങനെയാണ്. പിള്ളേർക്കൊന്നും ഇതിൻ്റെ സാഹചര്യങ്ങളൊന്നും അറിയത്തില്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞ് ദീർഘകാലമായി സ്നാനപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന പിള്ളേരോട് പോലും ചോദിച്ചാൽ നമുക്കിവരെന്തിനാണ് സ്നാനപ്പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായി കൊരിന്ത് ലേഖനം പറയുന്നു, സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ വ്യക്തികൾ ഒരു ശുശ്രൂഷ തലത്തിൽ നിൽക്കുമ്പോൾ
ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്നേഹവുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള ഒരു സ്നേഹമല്ല. അത് കൃത്യമായി കാര്യങ്ങൾ പറയുകയും കൃത്യമായി കാര്യങ്ങൾ പറയുമ്പോൾ അത് ഹൃദയത്തിൽ കുത്തുകൊള്ളുകയും അത് മാനസാന്തരത്തിന് ഇടയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ബൈബിളിലൂടെ പറയുന്നത്. നമ്മൾ മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ രീതിയും ഒന്നുമല്ല, അത് കൃത്യമായി മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടുന്നവൻ ക്രിസ്തുവിൻ്റെ സഭയോട് ചേരും, അല്ലാത്തവൻ സംഘടനയോടും ശുശ്രൂഷകനോടും ചേരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ദേശം മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സംസ്ഥാനം കർത്താവെ വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ അനുദിന പത്രവാർത്തകളിലൂടെ ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ ഒരു പ്രത്യേക തലത്തിലേക്ക് മാറുമ്പോൾ യഥാർത്ഥത്തിൽ മാനസാന്തരം ഇവിടെ ഇറങ്ങേണ്ടതിന് ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിൻ്റെ ഒരു അഭിഷേകം അനേകരിലേക്ക് ഇറങ്ങണമേ. ആദ്യം അത് ശുശ്രൂഷകരിലേക്കും പിന്നീട് വിശ്വാസികളിലേക്കും പിന്നീട് ദേശം മുഴുവനിലേക്കും ഇറങ്ങുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുദിന കൊലപാതകങ്ങളുടെ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ഞങ്ങൾ കാണുമ്പോൾ വലിയൊരു മാനസാന്തരം ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.